വെൽക്കം ടു ചിറാപുഞ്ചി. ഇതാണ് ചിറാപുഞ്ചി എത്തിയിരിക്കുകയാണ്. എത്തിയപാട് തന്നെ മഴ. നമ്മുടെ വിൻറ്റേജ് ഗ്രാൻഡ് ഹോട്ടലാണ്. ഇതാണ് ചിറാപുഞ്ചി. ഏറ്റവും അധികം മഴ പെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം റെയിൻഫോൾ ഉണ്ടാകുന്ന സ്ഥലം, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ്. അത് പറഞ്ഞ സത്യം. കാരണം ഞങ്ങൾ മറ്റ് സ്ഥലമൊക്കെ പോയപ്പോൾ അങ്ങനെ മഴയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് മഴ, ഇടിമിന്നലും ഉണ്ട്. രാത്രി വൈകുന്നേരമായി. ഇത് ഭയങ്കര മഴ എന്നിട്ട് ഇങ്ങോട്ട് വരെ എത്തി. ചിറാപുഞ്ചിയിൽ മഴ. ഈ വാട്ടർഫാൾസിൻ്റെ അളവിൽ എന്ന് ഇവർ കണ്ടുപിടിക്കുന്നു എത്ര സെൻറ്റിമീറ്റർ പെയ്യുന്നുള്ളത്. കുറച്ചുകൂടി രാവിലെയാണ് നല്ല ക്ലിയർ പിക്ചറൊക്കെ കാണാം. കാരണം നമസ്കാരം. ഇന്ന് ഞാനുള്ള ചിറാപുഞ്ചിയിലാണ്. ചിറാപുഞ്ചിയിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണിത്. ഇപ്പോൾ രാവിലത്തെ കാഴ്ചയാണിത്. പിന്നത്തെ വീഡിയോ ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എങ്ങനെയുണ്ടെന്നൊക്കെ. ഹോട്ടലിൻ്റെ പേരാണ് വിൻറ്റേജ് ഗ്രാൻഡ്. നല്ല റൂംസാണ് ഇവിടെ. എഡീന ഡീഗൻ കോട്ടേജസ്. നായി നല്ല രോമൊക്കെ ഉണ്ട്. അത് ഈ കോൾഡ് സീസണല്ലേ, നല്ല തണുപ്പുള്ള ഒരു പ്രദേശമല്ലേ, അങ്ങനെയാണ്. ഇതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. സൊഹറ ഡിവിഷൻ. സൊഹറയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ചിറാപുഞ്ചി എക്സാക്റ്റ് അല്ല. ചിറാപുഞ്ചി ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ് തോന്നുന്നത്, എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വളരെ ചൂടുള്ള സീസണാണ് ഇന്ത്യയിൽ ഫുള്ള്. ഏപ്രിലായി. അപ്പോൾ ഏപ്രിൽ വളരെ ചൂടുള്ള 2024 സമയത്തും ഈ സ്ഥലത്തൊക്കെ ഇപ്പോഴും തോടുകളിൽ വെള്ളമുണ്ട്, ഇപ്പോഴും മഴയുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ടാണ് ചിറാപുഞ്ചിക്ക് ഇത്രയും റെക്കോർഡ് വരാൻ കാരണം. 24 ഹവേഴ്സൊക്കെ മഴ പെയ്യുന്നു എന്നൊക്കെ കേട്ടത്. അങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷെ എന്നാലും അതിൻ്റെതായ റെയിൻഫോൾ അത് അവർക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ രാവിലത്തെ മോർണിംഗ് ഞാൻ കണ്ടൊരു ഹില്ലി ഏരിയ ആണ്, ഒരു വ്യൂ പോയിൻ്റ് ആണിത്. ഇഷ്ടംപോലെ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മളൊരു ലോഡ്ജിൻ്റെ അടുത്ത്, റിസോർട്ടിൻ്റെ അടുത്ത് ഉള്ളത് നോക്കിപ്പോയതാണ്. ഇങ്ക് മഹം എന്തോ ഇവിടെ എഴുതിയിട്ടുണ്ട് അവരുടെ ലാംഗ്വേജിൽ. എന്താണെന്നറിയില്ല. വാർ മെമ്മോറിയൽ എന്തോ ആണ്. അടിപൊളിയാണ്. ഇതവരുടെ ടൗണ്, ഫുട്ബോൾ ഗ്രൗണ്ട്. ഇവിടെ ഇത് മുട്ടക്കുന്നുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ മൈനകളെ ഫൈറ്റ് ചെയ്യും. ചുറ്റും നമുക്ക് സോഹോയി നഗരം കാണാം. അടുത്താണ് നമ്മൾ ഈ കാശി ഹിൽസ് അതിൻ്റെ ഇതൊക്കെ കാണാൻ പോകുന്നത്. കുറച്ചും കൂടി ഉയരത്തിലെത്തി. വീടുകളിലെ കാഴ്ച കാണിച്ചാൽ അങ്ങനത്തെ ഈ ടൈപ്സ് ഹൗസ് അവിടെ ഇല്ല. മരങ്ങൾ, ക്രിസ്മസ് ട്രീ പോലത്തെ മരങ്ങൾ, അങ്ങനെയൊക്കെ. മോർണിംഗ് യാത്ര കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പം എനിക്കൊന്ന് കാശി ഹിൽസിലെ എന്തെല്ലാം ഉണ്ട്, ബ്രിഡ്ജ്, അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. നമുക്ക് വിശദമായിട്ട് പറയാം.